ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സംയുക്ത വാർത്താ സമ്മേളനം ഇന്ന്. ഡൽഹിയിൽ ധാരണയിൽ എത്തിയെങ്കിലും ഗുജറാത്തിൽ കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് നിർണായകമാണ്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത റാലി ഇന്ന് നടക്കുന്നുണ്ട്. പൂനെയിലാണ് റാലി. മത്സരിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനവും ഉടൻ ഉണ്ടാകും. അതേസമയം ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന നിലപാടുമായി വീണ്ടും തൃണമൂൽ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാ സീറ്റിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഡെറിക് ഒബ്രയൻ പറഞ്ഞു. ആർ രാകേഷ് തന്നെ തുടരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് ഡൽഹിയാണ്. ഡൽഹിയിൽ നിയമസഭയിൽ AAP എങ്കിൽ ലോക്സഭയിലേക്ക് BJP. അതാണ് ഡൽഹിയിലെ ജനങ്ങളുടെ ഒരു തീരുമാനം. മുഴുവൻ സീറ്റുകളും ഡൽഹിയിൽ BJPക്കാണ് എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക. പക്ഷേ എപ്പോഴും AAPയും കോൺഗ്രസും നിന്നാൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്ന നിരീക്ഷണങ്ങൾ ഉണ്ട്. സീറ്റ് ധാരണയായിട്ടുണ്ട്. ഇന്ന് അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ? അഭിലാഷ്, ഉത്തർപ്രദേശിന് പിന്നാലെ ഡൽഹിയുടെ കാര്യത്തിലും ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. 11:30-ക്കാണ് സംയുക്ത വാർത്താ സമ്മേളനം. കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഡൽഹിയുടെ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് സാന്നിധ്യമുണ്ട്. പഞ്ചാബിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഗോവയിലും കാര്യത്തിലും ഗുജറാത്തിന്റെ കാര്യത്തിലും ചണ്ഡീഗഡിന്റെ കാര്യത്തിലും എന്നൊരു പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാകും. ഏതായാലും ഡൽഹിയിലെ 7 സീറ്റുകളാണ് ആകെയുള്ളത്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2014-ലും 2019-ലും 7 വിജയിച്ചത് BJP ആയിരുന്നു. 2014-ൽ എല്ലായിടത്തും ആം ആദ്മി പാർട്ടി രണ്ടാമത് വന്നെങ്കിൽ 2014-ൽ 5 കോൺഗ്രസും 2 ആം ആദ്മി പാർട്ടിയും രണ്ടാം സ്ഥാനത്ത് വന്നു. ഏതായാലും ഈ 2 പാർട്ടികളും ഒന്നിച്ചാൽ ഒരു മാറ്റമുണ്ടാക്കുമെന്ന കണക്കൂട്ടിൽ തന്നെയാണ് സഖ്യമായി നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് ഇരു കക്ഷികളും എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും നിലവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് 4 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കും. ആം ആദ്മി പാർട്ടി മത്സരിക്കുക സൗത്ത് ഡൽഹി, നോർത്ത് വെസ്റ്റ് ഡൽഹി, ന്യൂ ഡൽഹി, ഒപ്പം തന്നെ വെസ്റ്റ് ഡൽഹി എന്നിവിടങ്ങളാണ് മത്സരിക്കുക. കോൺഗ്രസ് മത്സരിക്കുക ചാന്ദിനി ചൗക്ക്, ഈസ്റ്റ് ഡൽഹി, നോർത്ത് ഡൽഹി എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരിക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുജറാത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ്. കാരണം ഗുജറാത്തിൽ 2 സീറ്റിൽ നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭാവ്നഗറിലും ബറൂച്ചിലുമാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. പക്ഷേ ബറൂച്ച് സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ചില എതിർപ്പുകളുണ്ട്. പ്രത്യേകിച്ച് അഹമ്മദ് പട്ടേലിന്റെ മകൾ അവിടെ മുംതാസ് പട്ടേൽ അവിടെ ആ സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 3 തവണ അഹമ്മദ് പട്ടേൽ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് ബറൂച്ച്. അപ്പോൾ അവിടെ മത്സരിക്കണമെന്ന ആഗ്രഹം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ മകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, അവർ ഇന്നലെ പരസ്യമായി പ്രതികരിച്ചത് ഇങ്ങനെ ഈ ചർച്ചകൾ നടക്കുന്നു, ആം ആദ്മി പാർട്ടിക്ക് സീറ്റ് നൽകുമെന്നുള്ള ചർച്ചകളിൽ വലിയ നിരാശ പാർട്ടി പ്രവർത്തകരിൽ ഉണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ അവർ മുംതാസ് പട്ടേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, സീറ്റ് വിട്ടു നൽകാൻ തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഏതായാലും 11:30-ക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നേരത്തെ തന്നെ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റിൽ സ്ഥാനാർത്ഥിയെ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചണ്ഡീഗഡ് നിലവിൽ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് അവിടെ ഉള്ളത്. അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന നിലപാടാണ് ആം ആദ്മി പാർട്ടി ഉള്ളത്. ഏതായാലും പ്രഖ്യാപനം 11:30-ക്കുണ്ടാവും. ഗുജറാത്തിന്റെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് നിർണായകം. അതോടൊപ്പം പ്രധാനമാണല്ലോ ഈ മഹാരാഷ്ട്ര, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്ന് നമുക്കറിയാം. അവിടെ ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗം NDAയുടെ ഭാഗമാകുന്നു, അജിത് പവാർ NDAയുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ മഹാവികാസ് അഘാഡിയുടെ റാലിയും പ്രവർത്തനങ്ങളുമൊക്കെ പ്രധാനപ്പെട്ടതാണല്ലോ. അവിടെയും ഇന്ത്യ മുന്നണി ഒരു ചുവടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടോ? അഭിലാഷ്, രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ കാര്യം. പ്രത്യേകിച്ച് ഇന്ന് അവർ പ്രചാരണത്തിന് ഔദ്യോഗികമായി ഇന്ത്യ സഖ്യം മഹാവികാസ് അഘാഡി തുടക്കം കുറിക്കുകയാണ്. ഏതായാലും പൂനെയിൽ നടക്കുന്ന റാലിയിൽ ശരത് പവാർ ഒപ്പം തന്നെ തുടങ്ങിയ നേതാക്കൾ, പ്രമുഖ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കും. കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ നാനാ പട്ടോളെ ഒപ്പം തന്നെ ഉദ്ധവ് താക്കറെ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും 48 സീറ്റുകളിൽ 39 സീറ്റുകളിൽ ഈ കക്ഷികൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അതായത് NCPയുടെ ശരത് പവാർ വിഭാഗം ഒപ്പം തന്നെ ശിവസേന, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ തമ്മിൽ ധാരണയായിട്ടുണ്ട്. എന്നാൽ 9 സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. പ്രത്യേകിച്ച് മുംബൈ നഗരത്തിലെ ചില 2 സീറ്റുകളുടെ കാര്യത്തിൽ കോൺഗ്രസും ശിവസേനയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയെ കൂടി
ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നണി വിപുലീകരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള നീക്കം നടക്കുന്നു. അങ്ങനെ 9 സീറ്റുകളുടെ കാര്യത്തിലാണ് ഇനി ചർച്ചകൾ പുരോഗമിക്കാനുള്ളത്. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പൂനെയിൽ നടക്കുന്ന റാലിയോടുകൂടി പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാനാണ് മഹാവികാസ് അഘാഡിയുടെ തീരുമാനം. പ്രത്യേകിച്ച് 3 കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനം. അപ്പോൾ കേന്ദ്രത്തിൽ ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ മഹാരാഷ്ട്രയിൽ അതിന് തുടക്കമിടണം. ഈ സാഹചര്യത്തിൽ കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ പ്രചാരണ പരിപാടികൾ തുടങ്ങാനുള്ള തീരുമാനം. ഏതായാലും അതിന് ഇന്ന് പൂനെയിൽ തുടക്കമാവുകയാണ്. അപ്പോഴും സൂചിപ്പിച്ചതുപോലെ ഈ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ളത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ മമതാ ബാനർജി ഉടക്കി തന്നെ നിൽക്കുകയാണല്ലോ. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യ മുന്നണിയിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ പ്രത്യേകിച്ച് UPയിൽ സുഗമമായി തന്നെ പൂർത്തിയായി. ഡൽഹിയിലും ആം ആദ്മി പാർട്ടിയുമായുള്ള ചർച്ചകൾ പൂർത്തീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ മമതാ ബാനർജി ആദ്യം ഉടക്കി നിന്നെങ്കിൽ പോലും പിന്നീട് ഒരു നിലപാട് മാറ്റിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. 5 സീറ്റുകൾ കോൺഗ്രസിന് നൽകും എന്നായിരുന്നു മമതാ ബാനർജി അറിയിച്ചിരുന്നത്. ഒപ്പം അസമിൽ അതിന് പകരമായി തൃണമൂൽ കോൺഗ്രസ് ചില സീറ്റുകൾ ചോദിക്കുമെന്നായിരുന്നു ധാരണ. ഏതായാലും ഇപ്പോൾ തൃണമൂലിന്റെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ ഡെറിക് ഒബ്രയൻ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു തീരുമാനം ഇല്ല എന്നുള്ളതാണ്. അതായത് 42 സീറ്റുകളിൽ മത്സരിക്കുമെന്ന പാർട്ടിയുടെ നിലപാടിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ഡെറിക് ഒബ്രയൻ പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. മാത്രമല്ല കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ഇതിനോട് പ്രതികരിച്ചത് ചർച്ചകൾ വീണ്ടും ട്രാക്കിലെത്തി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഏതായാലും മമതാ ബാനർജി പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചടി തന്നെയാണ്. കാരണം ആദ്യഘട്ടത്തിൽ പല പാർട്ടികളും പ്രത്യേകിച്ച് മമത അടക്കമുള്ള നേതാക്കൾ ഇന്ത്യ മുന്നണിക്കെതിരെ കോൺഗ്രസിനെതിരെ പരസ്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതിൽ നിന്നെല്ലാം സാഹചര്യം മാറിക്കൊണ്ട് UPയിലും ഡൽഹിയിലും ഒക്കെ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് നേട്ടമായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും ഡെറിക് ഒബ്രയന്റെ പരാമർശം വന്നിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം മമതാ ബാനർജി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിട്ടില്ല.